പുതിയതായിട്ട് ജോലിയുള്ള ഒരു ഭാര്യയും ഭർത്താവും വന്ന് താമസിക്കുന്നു. അവരെവിടെയാ താമസിക്കുന്നത്? എല്ലാം അറിവില്ല. അത് ശരി, അറിവില്ലെന്ന്. അറിവില്ലാത്തവരോടാ ഞാൻ ചോദിക്കാൻ വന്നത്. എടോ, അങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കാൻ വഴിയില്ലെന്ന്. വഴിയില്ലെന്നോ? ഈ കാണുന്നൊക്കെ വഴിയല്ലടാ. അങ്ങോട്ട് പോയ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ ഒരു വഴിയുണ്ട്. ഇങ്ങോട്ട് പോയാൽ അങ്ങോട്ട് വഴിയുണ്ട്. എന്താ ഉദ്ദേശം? അതായത് ഞാൻ അറിയാത്ത ഒരാളിവിടെ ഒന്ന് താമസിക്കില്ല, എനിക്കറിയുന്ന ആൾക്കാരെ ഉള്ളൂ. നീ ഇതിന് മാത്രം ഒറ്റ വർത്തനം പറഞ്ഞ കാര്യം എന്താ? ഞാനൊരു കാര്യം ചോദിച്ചപ്പോ നീ ചൂടാകുന്ന കാര്യമുണ്ട്. ഞാൻ ചൂടായില്ലെന്നേ. ഇങ്ങനെയാണ് കാരണന്മാരോട് വലിയ ആൾക്കാർ വഴി ചോദിച്ചു വരുമ്പോ ആൾക്കാർ അന്വേഷിച്ചു പൊക്കണം. നീ എന്നെ ചൂടാണ്, നീ എന്നെ തല്ലുവോ? എന്റെ പൊന്ന് കർത്താവ്, ഇയാളെ കാത്തോളണേ. കളിക്കാൻ വരുന്ന ഒരാവശ്യമില്ലേ? അല്ല, ഞാൻ ചോദിച്ചപ്പോ അവൻ എനിക്ക് തന്നു. എന്നാ വേണം? എനിക്കൊന്നും വേണ്ട. അല്ല, ഞാനേ ഇവിടെ പുതിയതായിട്ട് ഒരു ഭാര്യയും ഭർത്താവും വന്ന് താമസിക്കുന്നുണ്ടോ? അതും വീട്ടിൽ നിന്ന് ഉടക്കി പിരിഞ്ഞ ആരെങ്കിലും പുതിയതായിട്ട്? എന്നാ ഞാനൊന്ന് ആലോചിച്ചായിരുന്നു. ഞാൻ ഇവിടെ അടുത്തുണ്ടല്ലേ? അവരെ എത്ര നാളായി വന്നിട്ട്? ഒരു 3-4 മാസമായിട്ട്. 3-4 മാസമായിട്ട്. ചെറുക്കന്റെ പേര് സുരേഷ്. ബാങ്കിലാണ് ജോലി. പെണ്ണിന്റെ പേര് റാണി. അവൾ ഈ കടയിലാ പറ്റുപടി. കുറുപ്പുംപൊടി, മൂക്കിപ്പൊടി, അറക്കപ്പൊടി ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പച്ചവടി ആദ്യമായിട്ടൊക്കെ. താൻ കർണത്തടിന്ന് കേട്ടിട്ടുണ്ടോ? അത് അവിടുന്ന് കിട്ടിയായിരുന്നു. അല്ല, അതുകൊണ്ട് അതെ, വടക്കോട്ട് തിരിഞ്ഞ 4ാമത്തെ വീട്. അത് സിനിമ പേരല്ലേ? കരണത്തടി എന്ന് കേട്ടിട്ടുണ്ടോ? റാണിമോളെ. എന്തോ? ആരാ? മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? ഞാനാ അമ്മാവൻ സുരേഷ്. ഇല്ലേ? ഇല്ല, ഓഫീസിൽ പോയിരിക്കാം. വിളിക്കാം. അയ്യോ, അത് വേണ്ട. അതെന്താ മോളെ, ഞാൻ വേറൊരു കാര്യം പറയാം. കാരണം ഞാൻ അവന്റെ കല്യാണം നടത്തി കൊടുക്കാൻ ചെറിയൊരു വൈക്ലപ്പി അവനുണ്ട്. എങ്കിലും എന്റെ അനന്തരവൻ കൊള്ളാം. കാരണം ഇത്രയും നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെയും കെട്ടി ഒരു വീടും സെറ്റപ്പ് ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഇത് സ്വന്തമാണോ മോളെ, അതോ വാടകയ്ക്കാണോ? പുതിയത് വാങ്ങിച്ചതാ. ഇഷ്ടം പോലെ രൂപയൊക്കെ കാണും. 10,000 രൂപയൊക്കെ കാണും അല്ലേ? ചായ വേണ്ടെന്നേ, ചായ കുടിച്ചത് സമയം കുടിച്ചിട്ട് ആ ചായ ഒന്നും കുടിക്കാനല്ല. ഞാൻ ഇവിടേക്ക് വന്നത് എന്തിനാണെന്നറിയാമോ? ഇവിടെ അടുത്തുള്ള ആയുർവേദ ഹോസ്പിറ്റൽ വരെ വന്നാ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അമ്മാവൻ ഈ ഒഴിച്ചിലും തളർവാദം കൊള്ളതിന്റെ പേരില് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പൈസ തികയില്ല. ചികിത്സയ്ക്കാണെങ്കിൽ പൈസയില്ല. അപ്പൊ ഞാനോർത്ത് നിങ്ങളിവിടെ താമസിക്കുന്നുണ്ടല്ലോ. അന്നേരം എനിക്ക് കത്തി. ഞാൻ അപ്പൊ തന്നെ ഇങ്ങോട്ട് വരികയത്. ഉണ്ടെങ്കിൽ എനിക്ക് ഒരു 1000 രൂപ തന്നെ. അതിനെന്താ, തരാലോ. തരുമോ? ചായ കുടിക്കാം. ചായ ഒന്നും വേണ്ടേ, പൈസ എടുത്തോണ്ടെങ്കിൽ വന്നാ മതി. എന്നാ സ്നേഹമുള്ള വേണ്ട. ആ സുരേഷ് വരാത്തത് നന്നായി. ഈ സുരേഷ് ആരാണാവോ? ദൈവമേ, എന്നെ എടുക്കുക. ആദ്യമായിട്ട് വന്നതല്ലേ? 2000 രൂപയുണ്ട്. അല്ല വേണ്ട, അത് ശരിയാകത്തില്ല. അല്ല, ചായ വേണ്ട, ശരിയാകത്തില്ല. സുരേഷ് ഏട്ടൻ വന്നിട്ട്. വേണ്ടോ? ചേട്ടൻ വന്നല്ലോ. നമസ്കാരം. നമസ്കാരം. അല്ല, അമ്മാവൻ വന്നിട്ടുണ്ടെന്ന് ആ കടക്കാരൻ പറഞ്ഞു. വയസ്സായി വരികയല്ലേ മോനെ, നിങ്ങളെയൊക്കെ ഒന്ന് കാണണം തോന്നി. എന്താ കണ്ണട വെക്കണേന്ന് അറിയാമേ? കണ്ണടയോ? കണ്ണടയുന്നേ ചത്തുപോകുന്നു. അതെ, ഒരു സമയമാണല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. അല്ല, ഊണ് കഴിച്ചിട്ട് പോവാ. ഊണ് കഴിച്ചിട്ട് പോവാമാവാ, അവിടെ ഇരിക്കും. ശരിയല്ല, ഞാൻ അല്ല അമ്മാവൻ ഉണ്ടിട്ട് പോയാ മതി. അതുകൊണ്ടല്ലടാ മോനെ, ഞാൻ പോയില്ലേ ശരിയായില്ല. എന്റെ ബസ് പോവും. ബസ് പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ പോകും. നിനക്കറിയാലോ, എനിക്ക് ആമവാദമുള്ള. ഞാൻ പോവും. പോക്കോട്ടെ പ്ലീസ്, പോവും. അല്ല, ഊണ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അമ്മാവൻ 1 മിനിറ്റ് ഒന്ന് ഇരിക്കുവോ? 1 മിനിറ്റ്. ഒരു മിനിറ്റ് കേട്ടോ. ഈ കരിങ്കുരങ്ങനാണ് വെള്ളിക്ക പോലത്തെ പെണ്ണെ കിട്ടി. അമ്മാവൻ എന്ത് തോന്നിക്കാണും? ആദ്യമായിട്ട് വന്നിട്ടൊന്ന് ഊണ് കഴിക്കാൻ പോലും. അതെങ്ങനെ കഴിക്കുന്നേ? നമ്മളോട് ഇപ്പോഴും പിണക്കം മാറിയിട്ടുണ്ടാവില്ല. അമ്മാതിരി പണിയല്ലേ നമ്മള് കാണിച്ചേ? ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചതല്ലേ ഉള്ളൂ. എന്നാലും പിണക്കം മാറിയല്ലോ. വീട്ടുകാര് പറഞ്ഞു വിട്ടായിരിക്കും. ഞാൻ 2000 രൂപ കൊടുത്തു. അതേതായാലും നന്നായി. അമ്മാവനോട് വന്നിട്ട് ഒരു കുറവും വന്നെന്ന് പറയില്ലല്ലോ. ഏതായാലും പിണക്കം മാറി വന്നതല്ലേ. എന്റെ പേരിൽ ഒരിക്കലും 2000 രൂപ. എന്തായാലും നന്നായി. അമ്മാവന് വലിയൊരു ആശ്വാസമായി കാണും. എന്നാ ഈ കരിങ്കുരങ്ങന വെള്ളിക്ക പോലത്തെ പെണ്ണെ കിട്ടിയത്. ഇവിടുന്ന് എന്നാ പോലും എടുത്തോണ്ട് പോകാനുള്ളത്. ഇവിടെ ആകെയുള്ള തൂണ് പറിച്ചോണ്ട് പോയാലോ. എന്നിട്ട് വേണോ വീട് എന്റെ തലയിലേക്ക് ആടാൻ. കോട്ടം അവിടെ ഏതായാലും ഞങ്ങളോടുള്ള പിണക്കമെല്ലാം മറന്നിട്ട് അമ്മാവൻ വന്നതല്ലേ ഇവിടെ. ആദ്യമായിട്ട് ഞങ്ങളുടെ വിരുന്നുകാരനും അമ്മാവനാണ്. അപ്പോ ആശുപത്രി കേസ് കിട്ടുന്നതുണ്ടെന്ന് പറഞ്ഞു.
അത് നമ്മുടെ അമ്മാവന്റെ ഇവിടെ ഉഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന് ഞാനിവിടെ വന്നപ്പോ പൈസ കഴിഞ്ഞില്ലെന്നൊക്കെ അല്ല പറഞ്ഞു 2000 രൂപ തന്നു പറഞ്ഞു. അത് മതിയോ? തികയൊന്നും തോന്നുന്നില്ല. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എന്റെ വക ഒരു 2000 രൂപ ഇരിക്കട്ടെന്ന് വിചാരിച്ചത്. അല്ല ആശുപത്രിയിൽ എന്തെങ്കിലും ആവശ്യം വരും. പിന്നെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഈ അമ്മാവൻ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. എന്നാ ഞാൻ പൊക്കോട്ടെ. എന്നാ ശരി, കാണാം. അല്ല ഈ കുടം, ഈ കുടക്ക് കുടം കണ്ട ഭയങ്കര ശരിയാണ്. ഏതായാലും നിന്റെ അമ്മാവനോട് ആദ്യമായിട്ട് വന്നിട്ട്. എന്റെ അമ്മാവനോ? എനിക്കങ്ങനെ ഒരു അമ്മാവനില്ല. പിന്നെ ഇത് ആരുടെ അമ്മാവനേത്? ചേട്ടന്റെ അമ്മാവനല്ലേ? ഞാൻ വിചാരിച്ചു നിന്റെ അമ്മാവനാന്ന്. ഞാൻ കരുതി നിങ്ങളുടെ അമ്മാവനാണ്. എനിക്ക് അങ്ങനെ ഒരു അമ്മാവനില്ലല്ലോ. പിന്നെ ഇത് ആരുടെ അമ്മാവനാ? അതന്നെ ഞാനും ചോദിച്ചത് ആരുടെ അമ്മാവനാന്ന്. എന്നാലും എന്റെ അമ്മാവാ ഞങ്ങൾക്ക് ടീ പണി തന്നല്ലോ. ഇവിടെ പുതിയതായിട്ട് വീടുകളിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി വന്ന് താമസിക്കുന്ന ദമ്പതിമാർ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന്. അവരെവിടെയാണെന്നറിയാമോ? വിശ്വാസങ്ങൾ പലതരത്തിലുണ്ട്. പരസ്പര വിശ്വാസം, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം, അന്ധവിശ്വാസം. വിശ്വാസങ്ങൾ നല്ലതാണ്. വിശ്വാസങ്ങൾ കൂടിക്കൂടി അന്ധമായി പല കാര്യങ്ങളെയും വിശ്വസിക്കേണ്ടി വരുമ്പോൾ ചില വിശ്വാസ പ്രമാണങ്ങളെ തിരുത്തി കുറിക്കേണ്ടതായിട്ട് വരും. ഞാനീ പറയുന്ന കാര്യം തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുക അത് തെറ്റാണോ ശരിയാണോ എന്ന്. തനിക്ക് വയസ്സുകാലത്തെങ്കിലും ഈ കുന്ത്രാണ്ട് വീട്ടിൽ വെച്ചിട്ട് വന്നൂടെ? ഈ ക്രിക്കറ്റ് ബാറ്റും സ്റ്റമ്പും ബോളുവാ. എടി, ഈ ക്രിക്കറ്റ് കളി എന്ന് പറയുന്ന കളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളിയാ. അത് മാത്രമല്ല, ക്രിക്കറ്റ് കളിക്കുന്ന ഞങ്ങളെയും എല്ലാവർക്കും ഇഷ്ടമാണ്. അയ്യാ, അത് കളിക്കാരല്ലേ. എന്റെ കളിക്ക് എന്താടി കുഴപ്പം? എടി, നീ നോക്കിക്കോ, ചത്തില്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആകും. അപ്പൊ നിങ്ങളുടെ മരണം ഉറപ്പാണേ. ഓ ദൈവമേ, ആ വാസന്തി എത്ര ഭാഗ്യമുള്ളവളാ. എന്താ അവൾക്ക് ഇത്ര ചെറുപ്പത്തിലെ വിധവാ പെൻഷൻ വാങ്ങിക്കാൻ കഴിഞ്ഞില്ലേ? മര്യാദക്ക് നീ എന്റെ കൂടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ വിധവാ പെൻഷൻ മേടിപ്പിക്കും. നോക്കിക്കോ. എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ദൈവമേ കല്യാണത്തിന് മുമ്പേ. എന്തൊക്കെ വാഗ്ദാനാണ്? സിനിമ സ്റ്റൈലിൽ ജീവിപ്പിക്കാന്ന് പറഞ്ഞല്ലോ താൻ എന്നെ കെട്ടിക്കൊണ്ട് വന്നത്. തന്റെ വീട്ടിലെന്നും പട്ടിണി പരിവട്ടോ അല്ലേ? എടി, പട്ടിണി പരിവട്ടോ സ്റ്റൈലിൽ എത്ര സിനിമ ഉണ്ടടി. ഞാൻ സിനിമ സ്റ്റൈലിൽ ജീവിപ്പിക്കാം എന്നല്ലേ പറഞ്ഞുള്ളൂ. നീ വന്നേ, ഒരു ബോൾ എറിഞ്ഞു തരുവാ. ഒരു കരിങ്കല് കിട്ടിയിരുന്നെങ്കിൽ തലമണിക്കെറിഞ്ഞ് പൊട്ടിച്ചെന്നെ ഞാൻ അങ്ങോട്ട്. എടി, നീ ഇങ്ങനെ ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ എന്തോ ഓർക്കും? ഒരു ബോൾ നീ എനിക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശാന്തി നിനക്ക് ഞാൻ ഒരു പട്ടുസാരി മേടിച്ചു തരും. ഓ, നിങ്ങൾ ഇതുപോലെ എന്തെല്ലാം പറഞ്ഞേക്കുന്നു. ചുമ്മാ ഒന്ന് സത്യമായിട്ട് നീ ഇത് കേക്ക്. എടി, സത്യമായിട്ട് നീ എനിക്ക് ഓരോ ഓവർ 12 വന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ പട്ടുസാരി മേടിച്ച് തന്നിരിക്കും. സത്യമായിട്ടും? സത്യം. പക്ഷെ ഒരു ഓവർ ബോളൊക്കെ ഞാൻ എറിഞ്ഞുതരാം. എവിടെയാ നമ്മൾ കളിക്കണേ? പറഞ്ഞ പോലെ നമ്മൾ എവിടെ നിന്നാണ് കളിക്കണം? എടി, നമുക്ക് ഇതാ വിജനമായ സ്ഥലത്ത് പോയി കളിച്ചാലാ? ആ ഗ്രൗണ്ട് ഇല്ലേ അവിടെ? വാ വാ വാ. ദൈവമേ, ഒരു ഓവറെങ്കിലും എറിഞ്ഞ് തരണേ. എറി എറി. അടിപൊളി അടിപൊളി. എടി, ഓടിപ്പോയി തന്നെ പാടി പോടി നിന്നെ ഞാൻ. അയ്യോ, വല്ല വൈരാഗ്യണ്ട വീട്ടിൽ ചെന്ന് ഇറക്കണം. ഒറ്റ ചവിട്ടിയാമ്പോ ശരി ഞാൻ. എടി, ബോളറിയടി. എറി എറി. അയ്യോ, എന്റെ കാലല്ലടി സ്റ്റമ്പ്. ഓ, എറി. തുപ്പി നാറ്റിക്കല്ലേ. അയ്യോ അയ്യോ, ഭഗവാനെ, ബാറ്റൊടിഞ്ഞു പോയില്ല. എന്നാലും കുഴപ്പമില്ല, കളിക്കാം. നീ ബോൾ എറിഞ്ഞോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നോട് സ്റ്റമ്പേറ്റ് എറിയാൻ ഏട്ടാ. ഔട്ടൊന്നുമല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതൊന്നും ഔട്ടല്ല. സ്റ്റമ്പേറ്റ് എറിഞ്ഞാൽ മതി. അന്നേരം ഔട്ടൊന്നും. നീ എറിഞ്ഞേ. അയ്യടി, എന്തിനാടി? ഇത് ഉറപ്പായിട്ട് ഞാൻ 6 അടിക്കും. ഐ 4 4 4 4 പാടി. അയ്യോ, ബോള് ആ വീടിന്റെ ഉള്ളിലേക്ക് പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു ബോൾ കൂടെ എറിഞ്ഞാലേ ഒരു ഓവർ തികയുള്ളൂ. എന്നാലും നിനക്ക് ഞാൻ പട്ടുസാരി മേടിച്ചു തരുവുള്ളൂ. വാ, നമുക്ക് ആ വീട്ടിൽ പോയി ബോൾ ചോദിക്കാം. എന്റെ ദൈവമേ, കിട്ടിയാ മതിയായിരുന്നു. ആരും ഇല്ലേ ഇവിടെ? വാ ചേട്ടാ, ചേട്ടോ. നമസ്കാരം. അതെ, ഞങ്ങള് ഭാര്യയും ഭർത്താവുമായിരുന്നു. ഞങ്ങൾ അവിടെ വന്നൊരു ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നപ്പോഴേ ഞാൻ അപാര 6 അടിച്ച്. 6 അടിച്ചപ്പോ ആ ബോളി വാതിൽ വഴി അകത്തേക്ക് പോയി. അപ്പൊ ഒന്നും തോന്നരുത്, ആ ബോളൊന്നും എടുത്തു തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. വളരെ നന്ദിയുണ്ട്.
നന്ദി ഞാൻ ആദ്യം പറയേണ്ടത് നിങ്ങളോട് രണ്ടുപേരോടുമാണ്. അതെ, പുള്ളിക്കാരന്റെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടായിരുന്നു. നിങ്ങളുടെ ബോൾ കൊണ്ടപ്പോഴാ വെളിവ് വീണത്. സഹോദരി പറയുന്നത് ഞാൻ കേട്ടു. എന്റെ തലയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. ഞാനൊരു ഗന്ധർവൻ. ഏത് ഗാനഗന്ധർവനാ? ഗാനഗന്ധർവനല്ല, സാക്ഷാൽ ഗന്ധർവൻ. സാക്ഷാൽ ഗന്ധർവനാണ്. ഗന്ധർവൻ 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദുർമന്ത്രവാദി എന്നെ ആവാഹിച്ചൊരു കുപ്പിക്കുള്ളിലാക്കി ഈ വീടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളടിച്ച ബോൾ വന്നുകൊണ്ട് കുപ്പി പൊട്ടി എനിക്ക് ശാപമോക്ഷം ലഭിച്ചിരിക്കുകയാണ്. ഞാനിന്ന് നിങ്ങളുടെ ദാസനാണ്. എനിക്കൊരു ചെറിയ ഉപകാരം നിങ്ങൾ ഇങ്ങോട്ട് തന്നാൽ പ്രത്യുപകാരമായി ഞാൻ നിങ്ങൾക്ക് 3 വരങ്ങൾ തന്നിരിക്കും. 3 വരം നൽകുന്ന? തന്നിരിക്കും. എന്തു വരം? എന്തു വരാണെന്ന് പറ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തുയർച്ചയ്ക്ക് വേണ്ടിയുള്ള എന്തു വരം നിങ്ങൾ ചോദിച്ചോളൂ. 3 വരം, 3 വരമേ ഞാൻ തരുള്ളൂ. പ്രത്യുപകാരമായി ഒരു ചെറിയ വരം നിങ്ങൾ എനിക്കും ഇങ്ങോട്ട് തരണം. അപ്പൊ ഞങ്ങൾ എന്ത് ചോദിച്ചാലും 3 വരം ഞങ്ങൾക്ക് തരൂല. ഞങ്ങൾ ചെറിയൊരു ഉപകാരം ചെയ്താ പോരെ? ഗന്ധർവ ഒരു മിനിറ്റ് ഇപ്പൊ വരാട്ടാ. ചെറിയൊരു പരിപാടിയുണ്ട്. എടി ശാന്തേ, അങ്ങേര് 3 വരം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ നമ്മൾ എന്തൊക്കെ വരം ചോദിക്കും? നമുക്കൊരു കാര്യം ചെയ്താലാ? ഒരു 100 ബാറ്റും 100 ബോളും 100 സ്റ്റമ്പും ചോദിച്ചാലാ? ഈ മനുഷ്യൻ. അതെ, അതൊന്നും വേണം. 1000 പട്ടുസാരി. പിന്നെ 1000 പട്ടുസാരി ഒറ്റ കീറിയാൻ വച്ചരും. എടി നമുക്ക് താമസിക്കാൻ സ്വന്തമായിട്ടൊരു വീടുണ്ടാ? നമുക്കൊരു വീട് ചോദിക്കാം. വീടെന്ന് പറഞ്ഞ സാധാരണ വീടൊന്നും. സാധാരണ വീട് പോരാ. നമുക്കൊരു 3 നില വീട് ചോദിക്കാം. 3 നില വീടാ? ശരി, നമുക്ക് 3 നില വീട് ചോദിക്കാം. പിന്നെന്ത് ചോദിക്കും? പക്ഷെ വീടിനകത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? വേണം. ഒരു ടിവി, ഒരു ഫ്രിഡ്ജ്, ഒരു വാഷിംഗ് മെഷീൻ, ഒരു AC, ഫർണിച്ചർ ചോദിക്കുന്നേ. ഒട്ടും ആക്രാന്തത്തില്ലാത്ത മോള്. ഓക്കെ, നമുക്ക് ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ചോദിക്കാം. 2ാമത്തെ വരെ ഓക്കെ. പക്ഷെ 3ാമത്തെ വരെ എന്ത് ചോദിക്കും? നമുക്ക് ജീവിക്കണം. ജീവിക്കണം. അതിന് പണം വേണ്ടേ? അപ്പൊ നമുക്ക് പണം ചോദിക്കാം. ഇട്ടുമുടാനുള്ള സ്വത്ത് ചോദിക്കാം. അപ്പൊ നമുക്ക് 3 നില വീട്, ടിവി, ഫ്രിഡ്ജ്, ഫർണിച്ചർ 2ാമത്തെ വരം. 3ാമത്തെ വരം ഇട്ടുമുടാനുള്ള സ്വത്ത്. ഓക്കെ, നീ എന്റെ കൂടെ വാ, ഞാൻ ചോദിക്കാം. അതെ, തീരുമാനിച്ചോ ഗന്ധർവ? ഞങ്ങള് 3 വരമൊക്കെ എന്തൊക്കെ ചോദിക്കണമെന്ന് പ്ലാൻ ചെയ്യായിരുന്നേ. ധൈര്യമായിട്ട് ചോദിച്ചോളൂ. സത്യം പറയാല, ഞങ്ങൾ വളരെ പാവപ്പെട്ട ആൾക്കാരാ. ഞങ്ങൾക്ക് ഒരു 3 നില വീട് വേണം. അല്ലേ? എന്താണ് ചിരിക്കണത്? വരം തരൂലേ? നിങ്ങൾ നിങ്ങളുടെ പഴയ വീട്ടിലേക്ക് ചെന്നു നോക്കൂ. നിങ്ങളുടെ പഴയ വീടിരിക്കുന്ന സ്ഥലത്ത് ഇന്ന് 3 നില ബംഗ്ലാവായി മാറിക്കഴിഞ്ഞു. ഞങ്ങളുടെ പഴയ വീട് നിൽക്കുന്ന സ്ഥലത്ത് 3 നില ബംഗ്ലാവ് ഉണ്ടായിരിക്കുവാ? അടിപൊളി. പിന്നെ 2ാമത്തെ വരം ചോദിക്കടി. അതെ, ആ 3 നില വീട്ടില് ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, എനിക്കെല്ലാം വേണം. ധൈര്യമായിട്ട് ആ 3 നില ബംഗ്ലാവിന്റെ വാതിൽ തുറന്നു നോക്കൂ. സഹോദരി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ വീടിനുള്ളിൽ ഉണ്ടായിരിക്കും. അടിപൊളി. നമ്മൾ അടിച്ചു പൊളിക്കും. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഭാഗ്യമുള്ള ആൾക്കാരാണ്. ഇനി ഒരേ ഒരു വരമേ ബാക്കിയുള്ളൂ. ധൈര്യമായിട്ട് ചോദിക്കാം. ഇനി ഒരു വരം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഞങ്ങൾക്ക് ആയുഷ്കാലം ജീവിക്കാനുള്ള സമ്പത്ത് ആ വീട്ടിൽ വേണം. ധൈര്യമായിട്ട് നിങ്ങളുടെ വീട് നിറയെ നിങ്ങളുടെ ആയുഷ്കാലം ജീവിക്കാനുള്ള സമ്പത്ത് ആ വീടിനുള്ളിൽ ഉണ്ടായിരിക്കും. അതെ, എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. വളരെ ഉപകാരമുണ്ട്. പോവാ, ഞങ്ങൾ പോകട്ടെ. വളരെ ഉപകാരമുണ്ട്. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഈ 3 വരം ഞാൻ തന്നു കഴിഞ്ഞാൽ പ്രത്യുപകാരമായി എനിക്കൊരു വരം തരണമെന്ന്. ഒരു ചെറിയൊരു ഉപകാരം ചെയ്യണമെന്ന്. എന്താണ് സംഭവം? നിങ്ങളുടെ ഭാര്യ എന്റെ കൂടെ ഒരു 2 മണിക്കൂർ ചെലവഴിക്കണം. എങ്ങനെ? നിങ്ങളുടെ ഭാര്യ എന്റെ കൂടെ ഒരു 2 മണിക്കൂർ ചെലവഴിക്കണം. എടാ, ഗന്ധർവനാണ് ആനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി തോന്നിവാസം പറയുന്നത് കേട്ടാ. എന്താണ്? പിന്നെ എന്റെ ഭാര്യ തന്റെ കൂടെ പൊറപ്പിക്കാണ്. 10-20 വർഷമായിട്ട് ഞാൻ അവളെ കെട്ടിക്കൊണ്ട് പൊന്നുപോലെ നടക്കണത്. ആവശ്യമില്ലാത്ത വർത്തനം പറയുന്നു. അങ്ങനെ സംസാരിക്കൂ. 2 പേരും ധൈര്യമായിട്ട് വീട്ടിലേക്ക് പൊക്കോളൂ. പക്ഷെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ 3 നില ബംഗ്ലാവോ ഫർണിച്ചറോ സ്വത്തുക്കളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. പകരം നിങ്ങളുടെ പഴയ വീട് തന്നെയായിരിക്കും. ധൈര്യമായിട്ട് പൊക്കോളൂ. അല്ല, അത് അപ്പൊ അവിടെ 3 നില വീടൊന്നും ഉണ്ടാവില്ലേ? ഇല്ല. ഒരു മിനിറ്റ്, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വരാം. എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ആലോചിക്കാം. എടി, നിനക്ക് അങ്ങേര് പറഞ്ഞ മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി. എടി, നീ 2 മണിക്കൂർ അങ്ങേരുടെ കൂടെ കഴിയണമെന്ന്. അതായത് അങ്ങേര് 100 വർഷം കുപ്പിക്കാത്ത കിടന്ന മനുഷ്യനല്ലേ? വിശന്ന് ആക്രാന്തം കൊണ്ട് പറയണായിരിക്കുള്ളൂ. നീ അകത്തിയെന്ന് ഒരു ചായ, ഒരു പരിപ്പൂടെ ഉണ്ടായി കൊടുത്ത സംഭവം തീർന്ന്. എടി, 2 മണിക്കൂർ കഴിയുമ്പോ നമുക്ക് കിട്ടാൻ പോടെ എന്താണെന്നറിയാവാ? 3 നില വീട്, ഇട്ടുമുടാനുള്ള സ്വത്ത്, വീട് നിറയെ ഫർണിച്ചർ. അത് കളയണ വേണ്ടല്ല? ഓക്കെ അല്ലേ? 2 മണിക്കൂർ സമ്മതിച്ചാ മതി. എന്ത് തീരുമാനിച്ചു? അതെ ഗന്ധർവ, ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ ഞങ്ങൾ 2 പേരും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ
പക്ഷെ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ കാര്യങ്ങളൊക്കെ അതുപോലെ ഉണ്ടായിരിക്കണം. ഗന്ധർവന്മാർ ഒരിക്കലും കള്ളം പറയാറില്ല. എന്നാ പിന്നെ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ. വരൂ സഹോദരി, ചെല്ലു മോളെ. വരൂ. ആ മടിച്ചു ചെല്ലു, നിൽക്കണ്ട, കുഴപ്പമില്ല, പോ. ശങ്കിച്ചു നിൽക്കണ്ട. വരൂ, അകത്തേക്ക് വരൂ. കടന്നു വരൂ. 2 മണിക്കൂറല്ലേ അങ്ങനെ. ഓ 3 നില വീട്, വീട് നിറയെ ഫർണിച്ചർ, ഇട്ട് മൂടാനുള്ള സ്വത്ത്. ഓ ഞാൻ അടിച്ചു പൊളിക്ക് ഞാൻ. എന്റെ അമ്മേ. എന്തൊക്കെയാണാവോ. താനിതവരെ പോയില്ലേ? അല്ല ഭാര്യ വന്നിട്ട് പോകാലോ എന്ന് കരുതി. അവര് വന്നോളൂ. അതെ ഗന്ധർവ, ഞങ്ങള് വീട്ടിൽ ചെന്ന് കഴിയുമ്പം സംഭവങ്ങളൊക്കെ റെഡി ആയിരിക്കും അല്ലേ? ഏത് സംഭവം? അല്ല 3 നില വീട്, ഇട്ടുമൂടാനുള്ള സ്വത്ത്, ഫർണിച്ചറുകളൊക്കെ. നിനക്ക് എത്ര വയസ്സായടാ? 50 വയസ്സ്. 50 വയസ്സായിട്ട് നിന്റെ അന്ധവിശ്വാസം ഇതുവരെ മാറിയിട്ടില്ലേ? ഒരു ഗണ്ടരുവ വിശ്വാസി ഇറങ്ങിയേക്കണ്. ഈ വീടിന്റെ ഓണർമാരും എന്നെ ആ പെണ്ണുമ്പിള്ളേം കൊണ്ട് പേപ്പിടാൻ നോക്ക്, തരം പിടാൻ നോക്ക്. കണക്കിന് വരം കിട്ടുമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കാണ് മണ്ടൻ. എന്റെ ശാന്തേ.